ഹലോ, വെൽക്കം ടു തേജസ് ക്രിയേഷൻ. നമ്മുടെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വാഴത്തണ്ട് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു ചീനിച്ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് മൂക്കുന്നത് വരെ അത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വാഴത്തണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വാഴത്തണ്ട് നന്നായിട്ട് പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിൽ കുറച്ച് എണ്ണ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വാഴത്തണ്ട് നന്നായിട്ട് പാകമായിട്ടുണ്ട്, പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെയാണ് ഈ മിക്സിയിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചപ്പ് മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ്. നമ്മൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പ് പാകത്തിനാണോ എന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇതിലോട്ട് ചേർക്കാനായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. നന്നായിട്ട് വേവിച്ച് ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പിട്ടതാണ്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് വാഴത്തണ്ട് എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ഉപ്പിട്ട് അവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് വീഡിയോ ഒരു ക്ലിയർ ഇല്ലാതെ ആയിപ്പോയത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എനിക്ക് കമൻറ്റ് രേഖപ്പെടുത്തണം, എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡ് കൊള്ളാവോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.